താങ്ക് യു രഞ്ജിത്ത്. നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് ശരിയായ മനോഭാവമില്ലെങ്കിൽ നമ്മുടെ വളർച്ച മുരടിച്ചു പോകും. നല്ല സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുത്തില്ലെങ്കിൽ, എസ്പെഷ്യലി എല്ലാ മേഖലയിലുമായാലും, എസ്പെഷ്യലി ഒരു സ്പിരിച്വൽ പാത്തിൽ, ഒരു ഹീലിംഗ് സമ്പ്രദായങ്ങളിൽ കൂടെ കടന്നു വന്ന ഒരു സ്പിരിച്വൽ പാത്തിലെത്തുമ്പോൾ ആ സ്വഭാവ രൂപീകരണം നമ്മിൽ ശരിയായിട്ടുള്ള വിർച്യൂസ് നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമ്മളവിടെ കോൺസ്റ്റിപ്പേറ്റഡ് ആയിപ്പോകും. നമുക്ക് അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത് തടസ്സമുണ്ടാക്കും. എല്ലാ അർത്ഥത്തിലും മികവ് പാലിക്കുക എന്നുള്ളതാണ്. ഗുരുവിനോട് ബഹുമാനം ഉണ്ടായിരിക്കുക. അതുപോലെ സർവേശ്വരനെ വിശ്വസിക്കുക. സർവേശ്വരൻ എന്ന ഒരവസ്ഥ നമുക്ക് പ്രത്യേകിച്ച് രൂപത്തിലോ ഭാവത്തിലോ കാണാൻ സാധിക്കാത്തതാണ്. മറിച്ച് അത് അവിടെ നിലനിൽക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സാധ്യതകൾ, അതായത് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിഡൻ്റ് ആണല്ലേ. ദൈവം പല സ്ഥലങ്ങളിലും വ്യക്തമായി പ്രത്യക്ഷമാണ്. നമുക്കറിയാം, നാം ഈ ജീവിതത്തിൽ കടന്നു പോകുന്ന സമയങ്ങളിൽ അത്ഭുതങ്ങളിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും നാം അത്ഭുതങ്ങൾ കണ്ട് ശീലിക്കുന്നു. പക്ഷെ മറിച്ച് നമ്മൾ നിത്യേന അത് കാണുമ്പോൾ നമുക്കത് അത്ഭുതമല്ലാതെ ഈ സാധാരണ കാര്യമായി തോന്നും. ഉദാഹരണത്തിന്, ഒരു ആന പ്രസവിച്ചു. അത് പ്രസവിച്ച് വീണപ്പോൾ ആ കുഞ്ഞ് അതിൻ്റേതാണെന്ന് അതിനെങ്ങനെയാണ് മനസ്സിലായത്? അതിനെ നയിച്ചത് ഏത് അവബോധമാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്? പശുക്കുഞ്ഞ് പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ പതുക്കെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചത് അമ്മയുടെ അകിടിലേക്ക് പാല് കുടിക്കാനായിട്ട് പോകുന്നു. അമ്മയ്ക്ക് എങ്ങനെയാണ് അവിടെ പാല് കൊടുക്കുകയാണെന്ന് അറിയണത്? അമ്മ അതിനുവേണ്ടി ചെരിഞ്ഞു നിന്ന് കൊടുക്കും. അങ്ങനെ ഒരു ഭാഗമുണ്ട് എന്ന് അമ്മയ്ക്ക് എങ്ങനെയാണ് അറിയുന്നത്? ആമക്കുട്ടികൾ മുട്ട വിരിഞ്ഞ് അവർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അവർ നേരെ കടലിന് ലക്ഷ്യം വെച്ച് നീന്തി പോകുന്നു. ഒറ്റയ്ക്ക് ആരുമില്ലാതെ, ഒരു മാർഗനിർദ്ദേശമില്ലാതെ അവർ കടലിലേക്ക് പോയി അവിടെ സാവധാനം വളർന്ന് അതിൻ്റെ പരിസ്ഥിതികളുമായി യോജിച്ച് അവർ ജീവിച്ചു പോകുന്നു. ഒന്നുമല്ല, നമ്മുടെ ശരീരം എങ്ങനെയാണ് ഇത്ര വർഷത്തോളം സെൽഫ് മെക്കാനിസം കൊണ്ട് പ്രവർത്തിച്ചു പോരുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരം നാം സൂക്ഷ്മമായി വിലയിരുത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ, മെഡിക്കൽ സയൻസൊക്കെ റിവീൽ ചെയ്തിട്ടുള്ള ആ രീതികൾ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നാം വിശ്വസിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നാം മനസ്സിലാക്കിയതൊന്നും നാം മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ലോകത്ത് നിലനിൽക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയണം. ഒരു കുഞ്ഞിനെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൊണ്ടാണോ ആ കുഞ്ഞ് ഇത്ര വലുതായി ഇത്ര വലിയൊരു മനുഷ്യനായിട്ട് മാറുന്നത്? നാം അത് ആലോചിച്ചിട്ടുണ്ടോ? നാം കഴിക്കുന്ന കുഞ്ഞിന് കൊടുത്ത ഭക്ഷണത്തിൻ്റെ അതിൽ നിന്നും ചെറിയൊരു അംശം മാത്രം ശരീരത്തിൽ ലഭിക്കും, ബാക്കി എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ അതുകൊണ്ട് ഇത്രയും ശക്തമായ ശരീരമുള്ള ഒരാളായി നമുക്ക് എങ്ങനെയാണ് മാറാൻ സാധിച്ചത്? അത് എവിടെ നിന്നാണ് അതിനുള്ള ശക്തി നമുക്ക് ലഭിച്ചത്? അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടാനായിട്ട് മഹാത്മാ ചോവാക്കോക്സുയി തയ്യാറാക്കിയ യോഗ പ്രാണവിദ്യ, ഇൻ്റർനാഷണലി പറയുന്ന പേര് പ്രാണിക് എനർജി ഹീലിംഗ് എന്നാണ്. ഞങ്ങളുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രാണിക് എനർജി ഹീലിംഗ് എന്നുള്ള പേരിലാണ് കോപ്പിറൈറ്റ് ഉള്ളത്. ഇവിടെ വേറെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായി. അതായത് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷനായാലും അവിടെയും രാഷ്ട്രീയമുണ്ടല്ലോ. മാസ്റ്ററുടെ മരണശേഷം കുറച്ച് പൊളിറ്റിക്സൊക്കെ ഉണ്ടായി. മാ ഷാർലറ്റിനെ പുറത്താക്കപ്പെട്ടു. മാ ഷാർലറ്റാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വിജയത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നത്. അവരെ അവകാശം, അവർ അമേരിക്കക്കാരിയായിരുന്നത് കൊണ്ട് തന്നെ മാസ്റ്ററുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ നിയന്ത്രിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നിരോധിക്കപ്പെട്ടു. അവരുടെ ഫോട്ടോസും അതുപോലെ തന്നെ അവരുടെ പേരുമൊക്കെ അവർ രചിച്ച എല്ലാ പുസ്തകങ്ങളിൽ നിന്നും എടുത്തു മാറ്റി. നിയമം
നിയമം തന്നെയാണല്ലോ. അതുപോലെ ഇന്ത്യയിൽ അവർ വന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ US നിന്ന് വന്ന് ഇന്ത്യൻ സ്റ്റുഡൻസ് ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ത്യയിൽ വന്ന് രജിസ്ട്രേഷന് വേണ്ടി അവർ തയ്യാറായപ്പോൾ അവിടെ കേരള ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ അവർ സം പീപ്പിൾ ആർ ദർ നോട്ട് എവോൾവ്ഡ്. പലപ്പോഴും എവല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, ആ അറിവിൻ്റെ തലം കുറഞ്ഞു പോയത് കൊണ്ടാണ്. ഇതൊരു ആരുടെയും കൈകളിലേക്ക് ഒതുക്കപ്പെട്ട് അവരുടെ മാത്രമാണ്, ഇത് ഞങ്ങളുടെ മാത്രമാണ് അവകാശം, സ്പിരിച്വൽ പാത്ത് അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായങ്ങൾ ഞങ്ങളുടെ മാത്രമാണ്, അതൊരു ഗുരു തയ്യാറാക്കി കൊടുത്ത അവരുടെ പ്രിയ പത്നിയായിരുന്ന അവരെയും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്ന ലോകം മുഴുവനും പ്രശസ്തനാക്കി മാറ്റിയ വളരെ ബഹുമാന്യയായ മാ ഷാർലറ്റിനെ അവർ അവോയ്ഡ് ചെയ്യുകയും ഒഴിവാക്കപ്പെടുകയും രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ആ രാജ്യത്തേക്ക് വരാനായിട്ട് അനുവദിക്കാതെ അതിന് നിയമസാധ്യതകൾ ഉണ്ടാക്കി പുറത്താക്കുകയും ചെയ്തു. മറിച്ച് മഹാത്മാ ചോവാകോക്സിയുടെ ആത്മീയ പ്രകാശം അദ്ദേഹം ശരീരത്തിലില്ലെങ്കിലും മുകളിൽ നിന്നുകൊണ്ട് തന്നെ, അതോ എവിടെയോ നിന്നുകൊണ്ട് അത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. അത് വീണ്ടുണരാനായിട്ട് മാ ഷാർലറ്റിനെ സഹായിക്കുകയും അങ്ങനെ അവർ വീണ്ടും സജീവമാവുകയും അവർ മാസ്റ്റർ തയ്യാറാക്കിയ പല നോട്ടുകളും മാ ഷാർലറ്റുമായി ഡിസ്കസ് ചെയ്ത് പല റിസർച്ച് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകളിൽ നിന്ന്, പാഠ്യപദ്ധതികളിൽ നിന്ന് മാ ഷാർലറ്റ് തയ്യാറാക്കിയ പുതിയ പുസ്തകങ്ങളിൽ ആഡ് ചെയ്യുകയും അതിൽ അമൂല്യമായ ഒട്ടനവധി അറിവുകൾ പഴയ സമ്പ്രദായങ്ങളിൽ നിന്നും മാസ്റ്റർ അത് പുസ്തക രൂപത്തിലേക്ക് ഇറക്കാൻ വിചാരിച്ച് ഡിസ്കസ് ചെയ്തിരുന്ന നോട്ടുകളൊക്കെ മാ ഷാർലറ്റിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരതൊക്കെ പുതിയ പുസ്തകത്തിലേക്ക് ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ പുസ്തകങ്ങളിൽ അത് നിങ്ങൾക്ക് അസാമാന്യമായ ഒരുപാട് കാര്യങ്ങൾ, വളരെ അറിവിൻ്റെ തലമുള്ള ഒരുപാട് പഴയ സമ്പ്രദായങ്ങളിൽ നിന്നും മാറ്റം ചെയ്യപ്പെടുകയില്ല, അതിനെ കുറേയും കൂടിയും റിഫൈൻ ചെയ്ത് അതിനെ ഏറ്റവും മികച്ചതാക്കി മാറ്റിയതായിട്ട് കാണാം. ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാൾക്ക് പോലും അത് വളരെ ഇഫക്റ്റീവ്ലി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. യോഗ പ്രാണരീതിയുടെ കോഴ്സുകൾ ഇവിടെ തൃശ്ശൂർ എനിക്കെന്നല്ല നമ്മുടെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്. മഹാത്മാ ചോവാകോക്സിയുടെ ബ്ലെസ്സിങ്സും മാ ഷാർലറ്റിൻ്റെ സ്നേഹവും നിറഞ്ഞ ഒരു ശക്തി കൊണ്ട് ഞാനിത് 10-20 കൊല്ലമായിട്ട് ഇവിടെ 20-ൽ കൂടുതൽ വർഷമായിട്ട് ഞാനിവിടെ നടത്തിക്കൊണ്ടുവരുന്നു. ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിച്ചു പോയി. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു പല ദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒട്ടനവധി ആളുകൾ ഇവിടെ വന്ന് പഠിച്ചു പോയി. എല്ലാം മഹാത്മാ ചോവാകോക്സിയുടെയും മാ ഷാർലറ്റിൻ്റെയും അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഞാൻ വെറുതെ ഒരു ഇടനിലക്കാരനായി, ഒരു ടൂളായി മാത്രം ഞാൻ നിലകൊണ്ടു എന്നുള്ളതാണ്. ഞാൻ സംതൃപ്തരാണ്. ഇനിയും കൂടുതൽ ആളുകളെ പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിനെ മികച്ചതാക്കി മാറ്റാനായിട്ട് എനിക്ക് കഴിയുന്ന കാലത്തോളം, ഞാൻ ഉള്ളിടത്തോളം കാലം എനിക്ക് അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്തേ. താങ്ക് യു.